എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിട്ടും ആ വ്യക്തി എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെ പോയത് എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ആ വ്യക്തി എന്താണ് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ആ വ്യക്തി നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുഴുവനും ഒരു തന്മയത്വം അല്ലെങ്കിൽ ഒന്നിനോടും ഒരു അമിതമായ ആഗ്രഹമില്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തെ എല്ലാം ഒരുപോലെ കാണുകയും ജീവിതത്തിലെ ഒരു കാര്യത്തിനും കൃത്യമായ ഒരു ബോധ്യം ഇല്ലാതെയും എല്ലാത്തിനോടും സമദൂരത്തിൽ അകന്നു നിൽക്കുകയും ചെയ്യുന്നൊരു സ്വഭാവത്തിലേക്ക് ആ വ്യക്തി മാറി. തൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ വ്യക്തി കരുതുന്നു. തനിക്കിനി ആഗ്രഹങ്ങൾക്ക് അർഹതയില്ല, തനിക്കിനി ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള രീതിയിൽ ആ വ്യക്തി ചിന്തിക്കുന്നു. തനിക്കൊന്നും വേണ്ട, തനിക്കിനൊന്നും നേടാൻ കഴിയില്ല, ഇതുവരെയുള്ള നേട്ടങ്ങളിൽ താൻ പൂർണ്ണ തൃപ്തനാണ്, ഇനി ഒരാളെ കൂടി തൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തി ഉള്ളിലുള്ള സ്നേഹം നിങ്ങളോട് കാണിക്കാതെയെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഇരിക്കുന്നു. അതായത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങളെന്ത് ചിന്തിച്ചാലും ആ വ്യക്തി തൻ്റെ മനസ്സിലുള്ള സ്നേഹം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്നേഹം ഇനി നിങ്ങളോട് പങ്കുവെച്ച് നിങ്ങളോട് പറഞ്ഞ് അതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാവാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആ വ്യക്തി അത്തരത്തിൽ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ സ്നേഹം ലഭിക്കാനും നിങ്ങളുടെ ഇഷ്ടം ലഭിക്കാനും ആഗ്രഹിക്കാത്തത് എന്ന ചോദ്യത്തിന് ആ വ്യക്തിയുടെ ജീവിതം നൽകിയ ഒരു പാഠമുണ്ട്. നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണവും ആ പാഠം തന്നെയാണ്. ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ നിന്നും മാറി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ നിന്നും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവ ശ്രദ്ധിക്കാതെ മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. തൻ്റെ ജീവിതത്തിൽ ആ വ്യക്തി ആ ഒരു മാറ്റം എന്തിനു വേണ്ടി സ്വീകരിച്ചു എന്നുള്ളത് മറ്റു ചില ആളുകൾ, ചില അനുഭവങ്ങൾ, അവയെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നൽകിയ ചില തെറ്റായ ധാരണകളാണ്. ആ വ്യക്തിയോട് തുറന്ന് ആ ധാരണകൾ മാറ്റുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ, ആ വ്യക്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങളോട് സ്നേഹം ആ വ്യക്തി പ്രകടിപ്പിക്കും. പക്ഷേ ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല, ചില ധാരണകൾ ആ വ്യക്തിയെ നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കുന്നതിൽ നിന്ന് പിൻവലിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ്. ജീവിതം എന്നും ആഘോഷപൂർണ്ണമാക്കണമെന്നും ഉള്ളതുകൊണ്ട് തൃപ്തി പോലെ ജീവിക്കണമെന്നും ജീവിതത്തിൽ എപ്പോഴും കളിയും ചിരിയും ഒക്കെ വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ നിറം മങ്ങിയ ഒരു കാലഘട്ടവും ഉണ്ടാകരുതെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ വ്യക്തി ജീവിതത്തിൽ എല്ലായിടത്തും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും എല്ലാവരും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും നിങ്ങളെ ആ വ്യക്തി അവഗണിക്കുന്നില്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. എന്നെ എന്തുകൊണ്ടാണ് ആ വ്യക്തി അവഗണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നുണ്ട്. ഒന്നുകിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് മറ്റുള്ളവർക്കൊപ്പം മാത്രമാണ്, മറ്റുള്ളവർക്കൊപ്പം മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ആ സ്നേഹം കൊണ്ട് തൃപ്തയാകാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സ്നേഹം അത്രയ്ക്ക് പോരാ. നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ പോലെ ഒരുപോലെ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്കത് തൃപ്തി വരുന്നില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് പോലെയല്ല സ്നേഹിച്ചത്. മറ്റുള്ളവർ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്നേഹം ഏതെങ്കിലും കാരണവശാൽ കുറഞ്ഞാൽ അത് സഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ തിരിച്ച് ആ വ്യക്തിയിൽ നിന്നും സ്നേഹം അതുപോലെ ലഭിക്കാതാവുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദുഃഖം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നെ സ്നേഹിക്കാത്തത്? ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നില്ല? അത്തരമൊരു ചിന്ത
ആ വ്യക്തിയുടെ മനസ്സിൽ ഉടനീളമുണ്ട്. നിങ്ങളുടെ വിചാരിക്കുന്ന രീതിയിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കത് പറയാനുള്ള യോഗ്യതയും അവകാശവും ഉണ്ട്. കാരണം എല്ലാവരേക്കാളും നല്ല രീതിയിൽ നിങ്ങൾ ആ വ്യക്തിക്ക് പരിഗണന നൽകി. നിങ്ങൾ ആ വ്യക്തിയുടെ അഭിപ്രായം, ആ വ്യക്തിയുടെ ചിന്ത, ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ അത് പതുക്കെ പതുക്കെ നിങ്ങളുടെ പോലും ആഗ്രഹങ്ങളാക്കി ആ വ്യക്തി മാറ്റി. അതങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി അത് മനസ്സിലാക്കാതെ പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ വിഷമമുണ്ടായി. കാരണം നിങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം മതി. ആ വ്യക്തി എന്നെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിലാണെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അകക്കാമ്പിലേക്ക് നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തി എത്തും. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തിയെ ആരും പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. ആ വ്യക്തി ഉടനത് മനസ്സിലാക്കും, തിരിച്ചെത്തുകയും ചെയ്യും. നിങ്ങൾക്കത് തിരിച്ചു കിട്ടുകയും ചെയ്യും. ആ വ്യക്തിയുടെ സ്നേഹം എല്ലാവരേക്കാൾ പരിഗണന നിങ്ങൾക്ക് ലഭിക്കും. ആരും ഉണ്ടാകില്ല നിങ്ങൾക്കൊപ്പം പരിഗണന ലഭിക്കുന്നതായിട്ട് നിങ്ങളല്ലാതെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.